سكينة مسكينة عابل قد بلا بالسكتار مختار مخدر this marriage ولا قبية ولا عند wife party and you guys are enjoying now? അതായത് നമ്മുടെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമല്ലോ നാട്ടിലെ, പുതിയ പുതിയ കല്യാണങ്ങൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇറച്ചി വാങ്ങാൻ ഇതിനൊക്കെ നോമ്പ് നോക്കുന്ന സമയത്താണ് അമ്മമാർ വിടാറുള്ളത്. അപ്പോൾ ഈ റേഷൻ പീടിയിൽ ഇപ്പോഴത്തെ അരി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് നാളെ സ്കൂളും ഉണ്ട്. അപ്പോൾ മുകളിൽ സൗണ്ട് ഉണ്ടാക്കണേ എന്നാ ഞാനും ഇങ്ങനത്തെ ഒരു കുട്ടിയാട്ടോ. ഇപ്പൊ ഡീസലിൽ നടക്കണുള്ളൂ. അപ്പം നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തില് അപ്പം ഞാൻ പറയുന്നത് ഈ റേഷൻ പീടിയത്തെ ഈ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ഈ അരി കിട്ടാത്ത പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചല്ലോ, ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് നമ്മൾ ജ്യൂസ് ഒരുപാട് കുടിച്ചു. അപ്പം ഇത്രയും ജ്യൂസുകളും ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുന്ന കാലഘട്ടത്തിൽ അപ്പം നാളെ സ്കൂളിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകണ്ടേ? പോണം. പക്ഷി വളർത്തുന്ന പരിപാടികളുണ്ട്. അതായത് ഈ പക്ഷികളെ ഒന്നായിട്ട് വളർത്തും. അതായത് അന്നത്തെ കല്യാണത്തിനൊന്നും ശരിക്കും പോത്തിനെ ആടിനെ നടക്കാൻ പറ്റില്ലല്ലോ, പക്ഷിനെ ഇറക്കും. അപ്പൊ അന്നത്തെ കല്യാണത്തിന് എന്താ വെച്ചാൽ പക്ഷികളെ വളർത്തും. വലിയപ്പ ഇങ്ങനെ തീറ്റ എറിഞ്ഞു കൊടുത്ത് തത്തകളും ഇതെല്ലാം കൂടി ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കും. അതില് വെല്ലിപ്പം എന്ത് ചെയ്യും? അപ്പൊ വെല്ലിപ്പയ പറട്ടെ, ഇപ്പൊ ഈ കല്യാണത്തിന്റെ സമയമാകുമ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പക്ഷികൾ പാറി പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തും തേനയും മുത്തും ചോറും ബിരിയാണി തിന്നിങ്ങനെ നടക്കും പക്ഷികൾ. അപ്പം ഈ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തിന്റെ വെല്ലിപ്പ അടീന്ന് വലിയ, കാരണം പക്ഷികളെ കിട്ടണ്ടേ. കാരണം അന്നത്തെ കല്യാണത്തിന് പക്ഷി ബിരിയാണിയാ, തത്ത ബിരിയാണി, തത്തമ്മ ബിരിയാണി, പൊന്മാൻ ബിരിയാണി, കാക്ക ബിരിയാണി. ഇപ്പോഴല്ല ഇതിന്റെ പ്രശ്നം വരണല്ലേ. ഇപ്പോഴാണ് മൃഗങ്ങളെ പിടിച്ചാൽ സീനില്ല. എന്നിട്ട് എന്റെ വെല്ലിപ്പം എന്ത് ചെയ്യും, ഒരു 4:45 പോക്കുണ്ട്. പക്ഷികൾ ഒന്നായിട്ട് കൂട്ടം കൂടി കാക്കിയും പനന്തത്ത നീലപ്പൊന്മാൻ ഇതെല്ലാം കൂടിയാണ് പോകുമ്പോൾ വെല്ലിപ്പ ഭയങ്കര റിസ്ക് ആണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓർത്തു പോയതാ ഒരു കാക്കണ്ട്, അയാൾ ഇന്നോട്ട് അയച്ച് ഞങ്ങളൊക്കെ ഷുഗർ കട്ടാ. തത്തമ്മയുടെ കഥയാണ് പറഞ്ഞത്. അപ്പൊ അതിലാ കാക്ക ഞങ്ങളൊക്കെ ഷുഗർ കട്ട, ഞങ്ങളൊക്കെ ജ്യൂസൊക്കെ കുടിക്കാന്നേ. 10-65 വയസ്സുള്ള മൂപ്പരെ പെരുന്തീറ്റ എല്ലാം ചോദിച്ചു നിങ്ങൾക്ക് ഷുഗറിൽ വെച്ചു. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പണ്ട് ഇതേപോലെ തത്തമ്മന്റെ ഫീൽഡിലേക്ക്, ആ തത്തമ്മന്റെ ഫീൽഡിൽ അന്ന് നിന്ന ആൾക്കാർ ഇപ്പോഴും അതിലൊക്കെ. പക്ഷെ എന്റെ വലിയ 2002 മരണപ്പെട്ടു പോയി. അത് തത്തമ്മ ശാപം എന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. കാരണം അത്രയും തത്തമ്മകളെ കൊന്നു കൂട്ടല്ലേ. അതല്ല വെല്ലിപ്പാനാണ് അന്ന് ഞാൻ എടുക്കട്ടെ എന്റെ പേരേക്ക് എന്റെ കൂടെ. എന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ? പല പോലെ നിൽക്കുന്നില്ല. പിന്നെ അന്ന് ഇപ്പൊ ആടിനൊക്കെ നമ്മള് ഇങ്ങനെ മുന്നിൽ ഫ്രൈ ചെയ്ത് വെക്കണല്ലേ. അന്ന് ഡിനോസർ, അതുപോലെ ബ്രിട്ടീഷിന്റെ മുന്നിൽ ഡോഡോ, അതേപോലെ അന്നത്തെ വലിയ അവതാരണ പൊരിച്ചിരിക്കണ് വെല്ലിപ്പ.
അന്നല്ലേ അവതാരം ഉള്ളത്. ഈ അവതാറിന്റെ കഥ സിനിമ വരുന്നത്. അവതാറിന്റെ കഥ പഴയ കഥയാണ്. അന്നത്തെ കാലത്ത് അവതാറുകൾ ഇങ്ങനെ പാറി നടക്കും കാട്ടുകൂടെ ഫുള്ളായി. വെല്ലിപ്പം എന്ത് ചെയ്യും? അമ്പ് ചന്തിക്കങ്ങനെ വെക്കും. പക്ഷെ അവതാർ പെട്ടെന്ന് ഡെഡ് ആവും. ഞാൻ പടത്തിൽ കണ്ടിക്കണോ? അവതാറിന് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ സങ്കടമാവും. അതിൽ അമ്പ് കൊള്ളുമ്പോൾ അവതാറിന് എന്നിട്ട് നീല ചോര ഉറ്റി 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 അവതാർ സ്പോട്ടിൽ പ്രൊഡക്ടറില്ലേ മറ്റേ മുഖം ഇങ്ങനെ അതൊക്കെ ഈ വെല്ലിപ്പാറ കാലത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അത് ബേസിലാണ് പടങ്ങളൊക്കെ വന്നത്. എന്റെ വലിയ ഏത് BC ഏതിലാ? അല്ല BC ബിഫോർ ക്രൈസ്റ്റ്. AD ആണോ? അതുകൊണ്ടാണോ BC ബിഫോർ ക്രൈസ്റ്റ്. അതായത് BC-യിലാണ് ഞങ്ങളെ വലിയ വാപ്പ വലിയപ്പന്മാർ ജീവിച്ചത്. അന്ന് ഡിനോസർ വേട്ടയാടുക, അവതാറിനെ വേട്ടയാടുക, പ്രിഡറ്ററുകളെ വേട്ടയാടുക. ഡിനോസറിനെ എന്ത് ചെയ്യും? ഇണക്കും, ഇണക്കിയെടുക്കും. തേന അതുപോലെ അതായത് ഡിനോസറുകൾക്ക് തന്നെ വായക്കൊല, അതുപോലെ സദ്യ വെച്ചു കൊടുത്തിട്ട്, അതുപോലത്തെ അങ്ങനെ ഓണത്തിനൊക്കെ ഓരോ ആ ഒരു ഡിനോസർ ആഘോഷമുണ്ട്. ദിനോണം ഭയങ്കര പരിപാടി. പിന്നെ അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയണത്, ഞങ്ങളെ വെല്ലിപ്പ കണ്ട് ഞങ്ങളെ വെല്ലിപ്പാനോട് പറഞ്ഞെടുത്തു. എന്റെ വെല്ലിപ്പാന്റെ വെല്ലിപ്പ ഈ വെല്ലിപ്പാക്ക് ഇത് പറഞ്ഞെടുത്തു. ആ വെല്ലിപ്പാന്റെ അന്നത്തെ പേരക്കുട്ടികൾക്ക് ഇത് പറഞ്ഞെടുത്തപ്പോഴാണ് ഇന്റെ എപ്പൊക്കെ അന്ന് പേരക്കുട്ടികളാണ്. ഈ പേരക്കുട്ടികളായി ഇന്റെ എപ്പ വളർന്ന് മരുമക്കളായി വന്ന ടൈമിൽ വേറെ വെല്ലിപ്പുണ്ടായി. ആ വെല്ലിപ്പാന്റെ അഞ്ചനാണ്. ആ വെല്ലിപ്പാന്റെ അടിയിലുണ്ടായ രണ്ടാമത്തെ മകന്റെ ഇതിൽ വരുന്നതാണ് ഇന്റെ വെല്ലിപ്പ. ആ വെല്ലിപ്പാക്കും പിന്നെയും വെല്ലിപ്പ. മനസ്സിലായെങ്കിൽ BC എന്ന് പറഞ്ഞാൽ എത്ര പോണം? അത് ഹാങ് ആവും സിസ്റ്റം. എടാ ഇതെന്താ ഒരുപാട് ചൊരണ്ടി ആക്കണ? അള്ളാനെ കാണാൻ വേണ്ടി ചൊരണ്ടിയാക്കണ. ഇതൊക്കെ വർഷങ്ങൾ, ഇത് തലമുറകളെ കൈമാറി അള്ളാനെ കാണാൻ വേണ്ടി ചൊരണ്ടിയത്. ഞാൻ ചെയ്ത് നിസ്കാരത്തെ മതി ഞമ്മക്കൊന്ന് ഈ നിസ്കരിച്ചിട്ട് നമ്മക്കൊന്നും പറഞ്ഞു കണ്ടത്. ഏത് പൊട്ടനാണ് വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഈ ബാദുഷ ഞങ്ങൾ തീർക്കും.